ഇപ്പോൾ സ്വാതി കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സ്വാതി, ഇപ്പോൾ ശശി തരൂർ എംപിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. ഈ കിട്ടിയ ക്ഷണം ബഹുമതിയായി കണക്കാക്കുന്നു, രാഷ്ട്ര താല്പര്യം മുൻനിർത്തി തന്റെ സേവനം ഉറപ്പാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പോകണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ട് പോകാനുള്ള സന്നദ്ധത അറിയിക്കുന്നു ശശി തരൂർ. അതായത് കോൺഗ്രസ് പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോകുമെന്നാണോ തരൂർ പറഞ്ഞു വെക്കുന്നത്? മനു, ഇപ്പോൾ തരൂരിന്റെ പ്രതികരണം വരുമ്പോൾ ഇത് സംബന്ധിച്ച വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് തന്നെ കോൺഗ്രസ് പോവുകയാണ്. കോൺഗ്രസ് ഒരു പേര് നിർദ്ദേശിക്കുകയും അതിൽ തരൂർ ഉൾപ്പെടുന്നില്ല, മറിച്ച് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ തരൂർ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് തരൂരിനെ ഒഴിവാക്കിയത് എന്ന് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. അതേസമയം ഇപ്പോൾ തരൂരിന്റെ പ്രതികരണം വരുമ്പോൾ വിദേശ പര്യടനത്തിന് ക്ഷണം ലഭിച്ചത് തനിക്കൊരു ബഹുമതിയായാണ് കണക്കിലെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ താല്പര്യം കണക്കിലെടുത്ത് തന്റെ സേവനം ഉറപ്പാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എക്സ്പോസ്റ്റിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ തന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് തരൂർ പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ടും ഒറ്റ കാര്യം, ഈ കേന്ദ്ര സർക്കാർ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തുന്നു, ആ പേര് കോൺഗ്രസ് വെട്ടുന്നു. കോൺഗ്രസ് തരൂരിന്റെ പേര് വെട്ടിയതിനു ശേഷമല്ലേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്? തീർച്ചയായും അതിനുശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഏകദേശം 10-20 കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അതിനു മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ജയറാം രമേശിന്റെ പോസ്റ്റ് അതിനു മുന്നെയാണ് വന്നത്. അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പോകണ്ട എന്ന് പറഞ്ഞാലും ഞാൻ പോകുമെന്നാണ് ശശി തരൂർ പറയുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും മനു. അത്തരത്തിലൊരു പ്രതികരണമാണ് തരൂരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പല കാര്യങ്ങളിലും ഇത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായൊക്കെയും അദ്ദേഹം പല ഘട്ടങ്ങളിലും അത് രേഖപ്പെടുത്തി തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ക്ഷണം നിരസിക്കില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹവും എക്സ്പോസിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ താല്പര്യം കണക്കിലെടുത്ത് തന്റെ സേവനം ഉണ്ടാകും എന്നൊരു സൂചന കൂടിയാണ് തരൂരിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. മനു, ശരി, ഓക്കെ.